നമസ്കാരം. നമുക്കടുത്ത ജണ്ടവരിച്ച 3 എന്ന അധ്യായത്തിലേക്ക് പോകാം. ഇതിൽ നമ്മൾ സ സ രീ രി ഗ ഗ മ മ ഇതാണ് നമ്മൾ രണ്ടാമത്തെ ജണ്ടവരിച്ചയിൽ പഠിച്ചത്. എങ്കിൽ ഇതിലൊരു ചെറിയ ഡിഫറൻസ് ഉള്ളത് സ സ രീ രി ഗ ഗ മ പറഞ്ഞതിന് പകരം തിരിച്ച് സെക്കൻഡ് നോട്ട് രീ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ദെൻ ഇനി അങ്ങോട്ടുള്ള എല്ലാ ജണ്ടവരിച്ചകളിലും ഈ രണ്ടാമത് പഠിച്ച ജണ്ടവരിച്ചയായിരിക്കും നമ്മൾ അടുത്ത വരിയായിട്ട് പാടാൻ പോകുന്നത്. അതായത് സ സ രീ രി ഗ ഗ രീ രി കഴിഞ്ഞാൽ സ സ രീ രി ഗ ഗ മാമ എന്ന് പറയും. രണ്ടാമത്തെ ജണ്ടവരിച്ച എല്ലാത്തിൻ്റെയും ഈ സൈഡിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് ആഡ് ചെയ്ത് വരും. ലെഫ്റ്റ് സൈഡ് എപ്പോഴും ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കും. അത് പാടി വരുമ്പോൾ മനസ്സിലാവും. സ സ രീ രി ഗ ഗ രീ രി സെക്കൻഡ് നോട്ടിലേക്ക് തിരിച്ചു പോകും. ദെൻ സ സ രീ രി ഗ ഗ മ മ ഇതാണ് ഇതിൻ്റെ ഓർഡർ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സ സ രീ രി ഗ ഗ രീ രി സ സ രീ രി ഗ ഗ മ മ രീ രി ഗ ഗ മ മ ഗ ഗ രീ രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ മ മ ഗ ഗ മ മ പ പ ധ ധ മ മ പ പ ധ ധ പ പ മ മ പ പ ധ ധ നീ നീ പ പ ധ ധ നീ നീ ധ ധ പ പ ധ ധ നീ നീ സ സ സ സ നീ നീ ധ ധ നീ sa sa ni ni dha dha pa pa ni ni dha dha pa pa dha dha ni ni dha dha pa pa ma ma dha dha pa pa ma ma pa pa dha dha pa pa ma ma ga ga pa pa ma pa pa ma ma ga ga ri ri ma ma ga ga ri ri ga ga ma ma ga ga ri ri sa sa. ഒരു ഓർഡർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ ഭാഗം അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ സ സ രീ രി ഗ ഗ രീ രി ഈ ഓർഡറിലായിരിക്കും ഈ സൈഡ് മൊത്തം നമ്മൾ എഴുതി വെച്ച് കഴിയുമ്പോൾ ഈ ഓർഡറിലായിരിക്കും നമുക്കിത് കിട്ടുക. റൈറ്റ് സൈഡ് മൊത്തം നമ്മുടെ ആ സെക്കൻഡ് ജണ്ടവരിച്ചായിരിക്കും റൈറ്റ് സൈഡുകൾ മൊത്തം വരും. അത് ബുക്കിൽ എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ബുക്ക് വാങ്ങിയിട്ട് അത് യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ പിന്നെ അത് ഞാൻ എങ്ങനെ പറയാൻ കാര്യം ഈ റൈറ്റ് സൈഡ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇനിയും ടൈം എടുക്കേണ്ടി വരില്ല. ഈ ലെഫ്റ്റ് സൈഡ് ഇനി അങ്ങോട്ടുള്ള എല്ലാത്തിൻ്റെയും ലെഫ്റ്റ് സൈഡ് ശ്രദ്ധിച്ച് പഠിച്ചെടുത്താൽ നമുക്ക് രണ്ടും ചേർത്ത് പാടാൻ എളുപ്പമുണ്ടാകും. അതുകൊണ്ടൊരു ക്ലൂ ആയിട്ട് പറഞ്ഞു തന്നതാണ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ നമ്പറുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഇനി അതിൻ്റെ അടുത്ത സ്പീഡിലേക്ക് പോവാം. sa sa ri ri ga ga ri ri sa sa ri ri ga ga ma ma ri ri ga ga ma ma ga ga ri ri ga ga ma ma pa pa ga ga ma ma pa pa ma ma ga ga ma ma pa pa dha dha ma ma pa pa dha dha pa pa ma ma pa pa dha dha ni ni pa pa dha dha ni ni dha dha pa pa dha dha ni ni sa 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 ni ni dha dha ni ni sa sa ni ni dha dha pa pa ni ni dha dha pa pa dha dha ni ni dha dha pa pa ma ma dha dha pa pa ma ma pa pa dha dha pa pa ma ma ga ga pa pa ma ma ga ga ma ma pa pa ma ma ga ga ri ri ma ma ga ga ri ri ga ga ma ma ga ga ri ri sa 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 ri ri ga ga ri ri sa sa ri ri ga ga ma ma ri ri ga ga ma ma ga ri ri ga ga ma ma pa pa ga ga ma ma pa pa ma ma ga ga ma ma pa pa dha dha ma ma pa pa dha dha pa pa ma ma pa pa dha dha ni ni pa pa dha dha ni ni dha dha pa pa dha dha ni ni sa 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 ni ni dha dha ni ni sa sa ni
ni da da pa pa ni ni da da pa pa da da ni ni da da pa pa mama da da pa pa mama pa pa da da pa pa mama ga ga pa pa mama ga ga mama pa pa mama ga ga re re mama ga ga re re ga ga mama ga ga re re sa 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 re re ga ga re re sa sa re re ga ga mama re re ga ga mama ga 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 mama papa ga ga mama papa mama ga ga mama papa da da mama papa da da papa mama papa da da ni ni papa da da ni ni da da papa da da ni ni sa 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 ni ni da da ni ni sa sa ni ni da da papa ni ni da da papa da da ni ni da da papa mama da da papa mama papa da da papa mama ga ga papa mama ga ga mama papa mama ga ga re re mama ga ga re re ga ga mama ga ga re re sa sa ഇടയിലൊന്നും ചെറിയൊരു ചുമന്ന് സ്റ്റക്കായി പോയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് പാടിയത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് താളം തീരാൻ. അതിന് മുമ്പുള്ളത് രണ്ടും നമുക്ക് ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ഇതൊന്ന് എഴുതിയിട്ട് പഠിക്കാൻ ശ്രമിച്ചു നോക്കുക. ഇനി അതല്ല അടുത്ത ക്ലാസ് മുതൽ ബുക്കിൻ്റെ പേജ് കാണിച്ചു തരണമെങ്കിൽ ഞാനത് അടുത്ത ക്ലാസ് മുതൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് എന്താ പറയണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, കാരണം ഇത് പഠിക്കാനിരിക്കുന്നവർ എന്തായാലും തീർച്ചയായിട്ടും ബുക്ക് കയ്യിലുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചിട്ടായിരിക്കുമല്ലോ പഠിക്കുന്നുണ്ടാവും. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ജണ്ടവരിശ 4 ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. നമസ്കാരം.